ഹലോ ഗൈസ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ അതായത് നമ്മുടെ PSCയിൽ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന പുതിയൊരു റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷനും കൂടെ വന്നിട്ടുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ PSCയുടെ അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2026 വരെയാണ്. അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ 30/2026 ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നമുക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ കേരള PSCയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് അവരവരുടെ പ്രൊഫൈലിൽ കയറി ലോഗിൻ ചെയ്ത് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. അതും പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഈ ഒരു അവസരം വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിനായിട്ട് പറയുന്ന സാലറി റേഞ്ച് എന്ന് പറയുന്നത് 31,100 രൂപ തൊട്ട് 66,800 രൂപ വരെയാണ്. സോ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്, അതായത് സ്റ്റേറ്റ് വൈഡ് അപ്പോയിന്റ്മെന്റ് ആണ് ഈ ഒരു പോസ്റ്റിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 20 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതായത് 2/1/1994 1/1/2006 ഇടയിൽ ജനിച്ചവർക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 5 വർഷം ഏജ് റിലാക്സേഷനും OBC കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 3 വർഷം ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കുന്നതാണ്. സോ അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിനായിട്ട് ചോദിക്കുന്ന മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12ാം ക്ലാസ് യോഗ്യത മാത്രമാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. അതായത് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, LMV, HMV വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് തുടങ്ങിയ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനായിട്ട് തന്നെ ഒരു പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഈ ഒരു പോസ്റ്റിനായിട്ട് ചോദിക്കുന്ന ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് 168 സെന്റിമീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 സെന്റിമീറ്റർ എങ്കിലും ഹൈറ്റ് വേണം. അതുപോലെ തന്നെ ചെസ്റ്റിന്റെ വിത്ത് 81 സെന്റിമീറ്ററും വിത്ത് എക്സ്പാൻഷൻ 5 സെന്റിമീറ്ററും ഈ ഒരു ക്രൈറ്റീരിയ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിനുള്ള ഹൈറ്റ് റിലാക്സേഷന്റെ കാര്യങ്ങളും ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസൈറ്റ് അതായത് ഡിസ്റ്റന്റ് വിഷന് നിയർ വിഷന്റെ സ്റ്റാൻഡേർഡ്സ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് 8 ഇവന്റ്സിൽ 5 ഇവന്റ്സ് എങ്കിലും ചെയ്യണം. അതായത് ഹൈ ജമ്പ്, ലോങ് ജമ്പ്, റോപ്പ് ക്ലൈംബിംഗ് പോലുള്ള 8 ഇവന്റ്സിൽ ഏതെങ്കിലും 5 ഇവന്റ്സ് എങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. സോ അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 7 ഇവന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു 7 ഇവന്റിൽ 5 ഇവന്റ് എങ്കിലും ക്വാളിഫൈ ആകേണ്ടതുണ്ട്. സോ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF-ന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.